ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു സെഷനുമായിട്ടാണ്, ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിൽ തന്നെ വൊക്കാബുലറി പാർട്ടിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതും എക്സാംസിന് പതിവായിട്ട് ചോദിക്കണ, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കുമെന്ന് ഉറപ്പുമുള്ളതുമായിട്ടുള്ള 15 ഇഡിയംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ എക്സൈറ്റഡ് അല്ലേ? നിങ്ങളൊക്കെ റെഡി അല്ലേ? അപ്പൊ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിഞ്ഞ് പഠിക്കാം, ഒറിജിൻ മനസ്സിലാക്കിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കഥകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സെറ്റാണ്? അപ്പൊ എക്സൈറ്റഡ് ആണ്, റെഡി ആണെന്ന് കരുതുകയാണ്. തുടങ്ങിയാലോ? അപ്പൊ അതിന് മുമ്പേ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ കോഴ്സസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ALP ബാച്ച്, റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ, ട്രെയിൻ ഓടിക്കേണ്ട നിങ്ങൾക്കൊക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ബാച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ബാച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ആർ സ്റ്റിൽ ഓൺ. അപ്പൊ ക്ലോസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രൈസ് വരുന്നത് ജസ്റ്റ് 3999 രൂപ മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് CGL ഓഫീസേഴ്സ് ബാച്ച് തുടങ്ങുന്നത് മെയ് 27-ാം തീയതി. ഈ മാസം 27-ാം തീയതിയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. 5999 രൂപ മാത്രമാണ് കേട്ടോ. ശരി, അങ്ങനെയാണ് RPF ബാച്ച് കൂടി ഉണ്ട്. മെയ് 15-ാം തീയതി, ഈ മാസം 15-ാം തീയതിയാണ് RPF ബാച്ച്. അതായത് റെയിൽവേയിൽ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ബാച്ചിൽ വേഗം വന്ന് ചേർന്നോളൂ. അതിന്റെ പ്രൈസ് വരുന്നത് 2999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്, മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. സെറ്റ്? ഓക്കെ ആണ്? വേഗം വന്ന് ജോയിൻ ചെയ്യില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? യെസ്, ആദ്യത്തെ ഐഡിയ ഏതാ? യെസ്, ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്നുള്ളതാ. എടാ, ഈ കിടക്കുന്ന ആള് ചില്ലറക്കാരനാണ്. അവിടെ നോക്കി ആരാ കിടക്കണതല്ലേ? ഒരു വയലന്റ് ആവാൻ സാധ്യതയുള്ള, പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാലല്ലേ ഭയങ്കര വയലന്റ് ആയിട്ട് പെരുമാറാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ രൂക്ഷമാവും അല്ലെ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ എന്താവും? ഭയങ്കര വയലൻസ് നിറഞ്ഞതാവും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നായിനെ നമ്മൾ ഉണർത്തരുത് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ, അല്ലേ, പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഓർക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലേ, ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, അത് അവിടെ കിടന്നോട്ടെ, അതിങ്ങനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നീ ഇപ്പൊ അതെന്തിനാ കുത്തിപ്പൊക്കിയെന്നൊക്കെ പറയും. പണ്ടത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചൂണ്ടി നമ്മുടെ പേരൻസോ ആരെങ്കിലൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, എടാ അത് അവിടെ ഇരുന്നോട്ടെ, എന്തിനാടാ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നത് അതിപ്പോ എന്ന് പറയാറുണ്ട് അല്ലേ. അത് തന്നെയാണെന്ത്? യെസ്, ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ കിടന്നോട്ടെ, കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സെറ്റ്, ഒരു ഇഡിയം സെറ്റാണ് കേട്ടോ. അപ്പൊ ഡു നോട്ട് ബ്രിങ് അപ്പ് ആൻ ഓൾഡ് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്നുള്ളതാണ്. ഡു നോട്ട് ബ്രിങ് അപ്പ് ആൻ ഓൾഡ് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഒരു സെന്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ജോൺ ഡിഡന്റ് വാണ്ട് ടു അപ്സെറ്റ് ഹിസ് ബ്രദർ, സോ ഹി ഡിസൈഡഡ് ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ ആൻഡ് നോട്ട് മെൻഷൻ ദ ബ്രോക്കൺ. അടുത്ത വേർഡ് എന്താ വായിക്കുക? ഇത് വേസ് എന്നാണ് പലപ്പോഴും വായിക്കാറല്ലേ. വേസ് എന്നുള്ളത് മിസ്പ്രൊനൗൺസ്ഡ് ആവുന്നതാണ്. അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്താ? വാസ് എന്നുള്ളതാണ് അല്ലേ. വാസ്, ഫ്ലവർ വാസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അടുത്തൊരു വേർഡാണിത്. ഇതെന്താ? ഇത് ബാസ് എന്നല്ല, പക്ഷെ ബാസ് എന്നൊക്കെ ഗുമ്മിന് നമ്മൾ പറയും അല്ലേ, ഒരു ഗുമ്മ് കിട്ടാൻ. ശരിക്കും അതെന്താടാ? ബേസ് ആണ്. നല്ല ബേസ് ഉള്ള വോയിസ് എന്ന് പറയും. നല്ല ബാസ് ഉള്ള വോയിസ് അല്ല, ബേസ് ഉള്ള വോയിസ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതും. ബ്രോക്കൺ വാസ്, ഇത് നേരെ തിരിഞ്ഞു അല്ലേ. ബേസ് എന്നുള്ളതിനെ വാസ് എന്ന് വായിക്കണം, ആൻഡ് ഇവിടെയോ ബാസ് എന്നുള്ളതിനെ ബേസ് എന്നും നിങ്ങൾ വായിക്കണം. അതാണ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ. ബാക്കിയെല്ലാം നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ മാറ്റിയിട്ടുള്ളതാ. അങ്ങനെ മാറ്റാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ശരി, അപ്പൊ ഇവിടെ എന്താ? ആ ഉറങ്ങിക്കിടക്കുന്ന പ്രശ്നമല്ലേ, കുത്തിപ്പൊക്കണ്ടെന്ന് വിചാരിച്ചു. ഏതാ പ്രശ്നം? ഇവിടെ ബ്രോക്കൺ വാസിന്റെ കാര്യമാണ് പറയണത്. എന്തോ പൊട്ടിച്ച കാര്യമാണ് പറയണത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു തർക്കം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ അത് കുത്തിപ്പൊക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ജോൺ ഡിഡന്റ് വോണ്ട് ടു അപ്സെറ്റ് ഹിസ് ബ്രദറിനെ അപ്സെറ്റ് ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്. സെറ്റാണ്, ഒരു ഇഡിയം സെറ്റാണ്. അതേതാ? ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്നുള്ളത് കേട്ടോ. ശരി, മുമ്പോട്ട് പോവാണ്. പുൾ എ ലോങ് ഫേസ്. എടാ, സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോഴും ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയായിരിക്കും? സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? മുഖം ഒന്ന് വാടും അല്ലേ. സാധാരണ നോർമൽ ഫേസിലുള്ള പോലെ ഇങ്ങനെ ആയിരിക്കില്ല. കുറച്ചൊന്ന് എന്താവും? ആ മുഖം ഒന്ന് ചുളിയും. അപ്പൊ എന്താവും? മുഖം ഒന്ന് കുറച്ചുകൂടെ നമുക്ക് ലെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്യും. മുഖത്തിന് കുറച്ചുകൂടെ നോർമൽ ആയിട്ടുള്ള ഫേസിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ല ഉണ്ടാവുക അല്ലെ. കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് നമുക്ക് ഫേസ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇഡിയം അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് അങ്ങനെ തന്നെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ടു ലുക്ക് അൺഹാപ്പി, സാഡ് ഓർ ഡിസപ്പോയിന്റ്. ഇവിടുത്തെ പിക്ചറിലുണ്ട് അല്ലെ, ആളുടെ ഫേസ് എങ്ങനെയാണുള്ളത്? കുറച്ചുകൂടി ഒന്ന് വലുതായിട്ടുണ്ട്, ഒരു ലോങ് ഷേപ്പ്, ഒന്നുകൂടെ ലോങ് ആയിട്ടുണ്ട്.
ലെങ്തി ആയിട്ടുണ്ട് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം, സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ടു പുൾ എ ലോങ് ഫേസ് എന്ന് പറഞ്ഞ അർത്ഥം. വയ്യോ, അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആളോട് വൈ ആർ യു ഡിസപ്പോയിന്റഡ് ടുഡേ എന്ന് ചോദിക്കേണ്ട, വൈ യു പുൾ എ ലോങ് ഫേസ് ടുഡേ എന്ന് ചോദിച്ചാൽ മതി. അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് അവിടെയും സെറ്റ്. ഇതൊക്കെ ഉപയോഗിക്കണം മക്കളെ, എക്സാംസിന് മാത്രമല്ല. ഇംഗ്ലീഷിന്റെ ഉപയോഗമാണ് എന്ത്, ഇംഗ്ലീഷിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിടാം. ഏത് മലയാളിയുടെ അടുത്താണെങ്കിലും ഏതൊരു നാട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ നല്ല നല്ല ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. സെറ്റാണേ, മുമ്പോട്ട് പോവാ. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ. വെൻ ഐ ടോൾഡ് ഇൻ ദ ബാഡ് ന്യൂസ് ഹി പുൾഡ് എ ലോങ് ഫേസ്. ഞാൻ ബാഡ് ന്യൂസ് പറഞ്ഞപ്പോൾ അവൻ എന്തായി, അവന്റെ മുഖം ഒന്ന് വാടി അല്ലെങ്കിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് മാറിയിട്ട് മുഖം ഒന്ന് വലുതാവും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അതാണെന്ത്, ടു പുൾ എ ലോങ് ഫേസ്. അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, കിക്ക് ദ ബക്കറ്റ് അല്ലേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഡിയമാണ്. ലൈക്ക് മരണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇഡിയം ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇഡിയമാണത്. ടു ഡൈ എന്നുള്ളതാണെന്ത്, കിക്ക് ദ ബക്കറ്റ്. എടാ എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി എന്നറിയോ, കുറച്ച് പ്രായമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അയാൾ ബക്കറ്റ് ഒരു കോഡ് പോലെ കഥ പോലെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതെങ്ങനെയല്ല ഇതിൻ്റെ ഒറിജിൻ, ഞാൻ ജസ്റ്റ് ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക ഓർത്ത് വെക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ പറയണത്. ശരി, അപ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്തു, അയാൾ ശരിക്കും കണ്ണൊന്നും കാണുന്നില്ലാത്ത ഒരാളാണ്. അയാൾ എന്ത് ചെയ്തു, ഒരു 80s 90s ഉള്ള ആളാകുമ്പോൾ എന്താവും, ശരിക്കും കണ്ണ് കാണില്ലല്ലോ. അപ്പൊ എന്താവും, തപ്പിത്തടഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ബക്കറ്റ് തട്ടിയിട്ട് വീണു എന്ന് വിചാരിക്കാം. വീണ ആളെന്താവും, സ്വാഭാവികമായിട്ടും 90s വീണ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി അല്ലെ, ഭയങ്കര റിക്കവറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ബക്കറ്റ് തട്ടി വീണ ആളെന്താവും, അയാളങ്ങോട്ട് മരിച്ചു എന്നുള്ളതായിട്ട് കണക്കാക്കുക. അപ്പൊ ടു ഡൈ എന്ന് കിട്ടുമല്ലോ അല്ലേ. ബക്കറ്റ് തട്ടി വീണ ആള് മരിച്ചുപോയി എന്നുള്ളത് കണക്കാക്കി എന്തായി, ടു ഡൈ എന്നുള്ളത് കിക്ക് ദ ബക്കറ്റ് എന്നുള്ള ഇഡിയമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സെറ്റാണ്. ആഫ്റ്റർ ലിവിങ് എ ലോങ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ് മൈ ഗ്രാൻഡ് ഫാദർ ഫൈനലി കിക്ക് ദ ബക്കറ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ലോങ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ് ജീവിച്ചതിന്റെ ശേഷം അല്ലേ, ഭയങ്കര കൃതാർത്ഥനായിരുന്നു. ഇത്രയും കാലത്തെ ജീവിതത്തിൽ അയാൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയിട്ടുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്തു, ഫൈനലി കഴിഞ്ഞ ദിവസം മരിച്ചു എന്നുള്ളത് തന്നെയാണ് പറയണത്. സെറ്റാണ്. ഇത് കുറച്ചുകൂടെ ഒരു തമാശ കലർന്ന രീതിയിൽ മരിച്ചുപോയി എന്ന് പറയുന്ന രീതിയാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പറയുമ്പം പറയരുത്, തമാശ കലർത്തിയിട്ട് പറയുമ്പോഴാണ് പറയാം. കുറച്ചൊരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയാണ്. ഫൈൻ. അപ്പോൾ കിക്ക് ദ ബക്കറ്റും കിട്ടി, ടു ഡൈ എന്നുള്ളത്. ഇനി കൗച്ച് പൊട്ടേറ്റോ ആരാ, നമ്മളൊക്കെ പലപ്പോഴും കൗച്ച് പൊട്ടേറ്റോ ആവാറുണ്ട് അല്ലേ. കൊറോണയുടെ ഒക്കെ ആ ഒരു പാൻഡമിക്കിന്റെ ഒക്കെ സീസണിൽ പലപ്പോഴും പലരും എന്ത് തന്നെയായിരുന്നു, കൗച്ച് പൊട്ടേറ്റോ ആയിരുന്നു. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ ഭയങ്കര ലേസി ആയിട്ട് എന്ത് ചെയ്തു, സ്കൂളുകളും കടകളും ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ നമ്മളെന്തായി, വി ഹാവ് ബിക്കം കൗച്ച് പൊട്ടേറ്റോ. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളും എന്തായിട്ടുണ്ടായിരുന്നു, കൗച്ച് പൊട്ടേറ്റോ ആയിട്ടുണ്ടായിരുന്നു. സത്യമല്ലേടാ അല്ലേ. ഇപ്പൊ കുറച്ചുകൂടെ നോർമലായി കാര്യങ്ങളൊക്കെ, അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് നമുക്കൊരു മടി വരാറുണ്ട്. അപ്പൊ ലേസി ആയിട്ട് ഫുൾ ടൈം എസ്പെഷ്യലി TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുക, ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ മടിയനായിട്ട് ഇരിക്കുന്ന ആളാണ് ആര്, കൗച്ച് പൊട്ടേറ്റോ എന്നുള്ളത്. ഈ ചിത്രം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ അല്ലേ. ഇതാ ഒരു പൊട്ടേറ്റോ കൗച്ചിലിരിക്കുക, മടി പിടിച്ച് അല്ലേ. അപ്പൊ എന്താവും, മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ എക്സസൈസ് ഒന്നുമില്ല, യു വിൽ ബിക്കം ഒബീസ്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആ ലേസി പേഴ്സൺ ജിം ഹാസ് ടേൺഡ് ഇൻ ടു എ റിയൽ കൗച്ച് പൊട്ടേറ്റോ എവർ സിൻസ് ഹി ബോട്ട് എ ന്യൂ TV. പുതിയൊരു TV വാങ്ങിയതിന് ശേഷം എന്താ, ജിമ്മ് ഭയങ്കര മടിയനായി മാറി. ലേസി ആയിട്ടുള്ള പേഴ്സൺ ആട്ടോ. ശരി, അതും പഠിച്ചു നമ്മള്. അക്കിലസ് ഹീൽസ്. ആരാടാ ആക്കിലസ് ഒരു ഭയങ്കര ഒരു വാരിയർ ആയിരുന്നു എന്നാണ്, മിത്താണ് ആക്കിലസിന്റെ. അതായത് ആക്കിലസ് ഏറ്റവും നല്ല ഒരു പോരാളി ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏത് വാറാ, ട്രോജൻ വാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ട്രോജൻ വാറിൽ ഗ്രീക്ക് ആർമീനെ ലീഡ് ചെയ്ത ആളാണ് ആര്, നമ്മുടെ ആക്കിലസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്കിലസുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയാനുണ്ടോ നമുക്ക്. അത് ആക്കിലസിന്റെ അമ്മ, ആക്കിലസ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താ ചെയ്തേ, അവിടെ ഒരു സ്റ്റാക്സ് എന്ന് പറയുന്ന റിവർ ഉണ്ടായിരുന്നു. അതും ഒരു മിത്തിക്കൽ ആയിട്ടുള്ള റിവറാ, ഒറിജിനലി ഉള്ളതൊന്നുമല്ല, റിയലി ഉള്ളതൊന്നുമല്ല. സ്റ്റാക്സ് എന്ന് പറയുന്ന റിവറിൽ കൊണ്ടുപോയിട്ട് മുക്കുകയാണ്. ആരെ, നമ്മുടെ ആക്കിലസിനെ. ആക്കിലസിന്റെ അമ്മ. അത് മുക്കിയാല് മകൻ ഇമ്മോർട്ടൽ ആകുമെന്നും ഇൻവൾണറബിൾ ആകുമെന്നൊക്കെയാണെന്ത് കരുതിയിരുന്നത്, വിശ്വസിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയി. പക്ഷെ അക്കിലസിന്റെ അമ്മ അതായത് സ്വന്തം അക്കിലസിന്റെ മകന്റെ ഒരു കാലിന്റെ ഹീല് അല്ലെ, ഒരു കാലിന്റെ ഹീല് പിടിച്ചിട്ടായിരുന്നു വാട്ടറിൽ മുക്കിയത്, സ്റ്റാക്സ് റിവറിൽ മുക്കിയത്. അതോടുകൂടി എന്തായി, ആ കാലിന്റെ ഒരു ഹീലിന് മാത്രം എന്തായില്ല, അവിടുത്തെ വെള്ളം, ആ സ്റ്റാക്സ് റിവറിന്റെ വെള്ളം ടച്ച് ആയില്ല. അപ്പൊ ആ ഒരു ഭാഗം മാത്രം എന്താവും, വീക്ക് പോയിന്റ് ആവും.
ആ ഒരു വീക്ക് പോയിന്റ്, ബാക്കി എവിടെ അക്യുലസിന് എന്ത് പറ്റിയാലും അത് ഏൽക്കില്ല. പക്ഷെ ആ ഒരു എവിടെയാണോ വാട്ടർ ടച്ച് ചെയ്യാത്തത് അല്ലേ, ആ വാട്ടർ ടച്ച് ചെയ്യാത്ത ഭാഗത്ത് അതായി വീക്ക് പോയിന്റ് എന്നുള്ളത് ആരുടെ, നമ്മുടെ അക്യുലസിന്റെ. അപ്പൊ അങ്ങനെ തന്നെയാണ് പിന്നീട് ട്രോജൻ വാറിൽ അക്യുലസ് മരിക്കുന്നതും അമ്പ് കൊണ്ടിട്ട് തന്നെയാണ്. ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഹീലിന്റെ ഭാഗത്താണ് അമ്പ് കൊണ്ടിട്ട് മരിക്കുന്നതായിട്ടാണ് കഥ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് അല്ലേ, നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ വൾണറബിൾ പോയിന്റ് ആണ് അക്യുലസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറില്ലേ അതെന്റെ വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ വീക്ക് പോയിന്റ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് ഇന്റലിജൻസ് ആൻഡ് സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് ഹാസ് ഓൾവേസ് ബീൻ ഹിസ് അക്യുലസ് ഹീൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇന്റലിജൻസും സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പബ്ലിക് സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് സ്പീക്കിംഗ് അവിടെ എന്താ പ്രശ്നം, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഹിസ് അക്യുലസ് ഹീൽസ്. അയാളുടെ വീക്കായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, അത്ര അടിപൊളിയല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇത് വീക്ക് പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. ഫ്രണ്ട്സൊക്കെ ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ പറയാം നമുക്ക്, എടാ അതെൻ്റെ ഒരു അക്യുലസ് ഹീലാണ് എന്നെ സംബന്ധിച്ച് എന്നുള്ളത് പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് പറ്റാത്ത കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം എന്താ, എടാ അതെന്നെ സംബന്ധിച്ച് ഒരു അക്യുലസ് ഹീലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെയും യൂസ് ചെയ്യാം ഇഡിയം എന്നുള്ളത് തന്നെയാണ് കാര്യം. അപ്പോൾ അക്യുലസ് ഹീൽസും പഠിച്ചു. ഇനി വൈറ്റ് എലിഫൻ്റാ. എടാ വൈറ്റ് എലിഫൻ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈറ്റ് എലിഫൻ്റ് അധികം കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും. യെസ്, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതായത് റെയറായിട്ട് പണ്ട് കാലത്ത്, അതായത് ഇന്നത്തെ കാലത്തല്ല പണ്ട് കാലത്താണ് അതിൻ്റെ കഥ വരുന്നത്. റെയറായിട്ട് ജീവിച്ചിരുന്ന സാധനമാണ് ഈ വൈറ്റ് എലിഫൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തായ്ലൻഡിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. എവിടെ? തായ്ലൻഡിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ തായ്ലൻഡിൽ രാജാക്കന്മാർ പൊസസ് ചെയ്തു വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ വൈറ്റ് എലിഫൻ്റ് എന്ന് പറയുന്നത്. ആര്? നമ്മുടെ രാജാക്കന്മാർ പൊസസ് ചെയ്തു വെച്ചിട്ടുള്ള സാധനമാണ് എന്ത്, വൈറ്റ് എലിഫൻ്റ് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് എലിഫൻ്റ് റെയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. ഭയങ്കര രീതിയിൽ വേർഷിപ്പ് ചെയ്യുക, ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് എന്തായി, കിങ്ങിന്റെ അടുത്തേക്ക് ആൾക്കാർ എത്താൻ തുടങ്ങി. കിങ്ങിന്റെ അടുത്താണല്ലോ ഈ ഒരു ആനയുള്ളത്, വൈറ്റ് എലിഫൻ്റ് ഉള്ളത്. അപ്പൊ കിങ്ങിന് ഒരു ബാധ്യതയായി ഇത്. അതായത് ആനയ്ക്ക് കുറേ ഭക്ഷണം വേണം, ആനനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലതാനും, ആനനെ കാണാൻ ആൾക്കാർ കുറേ വരിക എന്നുള്ളൊരവസ്ഥ. അതായത് സാധാരണ ബ്ലാക്ക് കളറിലുള്ള എലിഫൻ്റ് അല്ല, ഇത് വൈറ്റ് കളറിലുള്ള എലിഫൻ്റ് ആണ്, കാണാൻ കിട്ടാത്തതാണ്, റെയർ ആണ് അല്ലേ. അപ്പൊ ആൾക്കാർ എത്തിക്കൊണ്ടേയിരുന്നു. കിങ്ങിന് ബുദ്ധിമുട്ടായി. കിങ് എന്ത് ചെയ്തു, ആ കിങ് പിന്നെ എന്ത് ചെയ്യാണ്, കിങ് ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. കിങ്ങിന് ഇത് ഒഴിവാക്കണം, ഒഴിവാക്കണം. നമ്മുടെ മാൻഡ്രാക്കിന്റെ പ്രതിമ പോലെ അല്ലേ. യെസ്, കിങ്ങിന് പിന്നെ ഇത് ഒഴിവാക്കാനുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, സബോർഡിനേറ്റ്സ്, കിങ്ങിനൊരു കിങ് ആകുമ്പോൾ സബോർഡിനേറ്റ്സ് കുറെ പേരുണ്ടാവില്ലേ, സഹായികൾ കുറെ പേരുണ്ടാവില്ലേ. ആ സഹായിയിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലേ, ആ തെറ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യും, ഈ വൈറ്റ് എലിഫൻ്റ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഈ സബോർഡിനേറ്റ്സിനാണെങ്കിൽ ഒരിക്കലും നോ പറയാനും പറ്റില്ല. അതാണ് അടുത്തൊരു കാര്യം. സബോർഡിനേറ്റ്സിന് കിങ്ങിനോട് ഒരിക്കലും നോ പറയാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെ ഒഴിവാക്കി നമ്മുടെ ആനേനെ. അത് പിന്നെ സബോർഡിനേറ്റ്സിന്റെ ബാധ്യതയാണ്. എന്ത്, അതിനെ ഫീഡ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു ആനേനെ ഫീഡ് ചെയ്യുക എന്നുള്ളതും അതിനെ നോക്കുക എന്നുള്ളതും. ആൻഡ് അതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല താനും, അതൊരു പണിയെടുക്കൂല അല്ലേ. ഭയങ്കര കോസ്റ്റ്ലി ഒക്കെയാണ് സംഭവം, പക്ഷെ എന്താ, ഒരു പണിയെടുക്കൂല, ഒരു ഉപകാരവും ഇല്ല. അതിനെ കൊണ്ട് നമുക്ക് ഉപദ്രവം മാത്രമാണ്. അപ്പൊ ഇവിടെയും വൈറ്റ് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്തത് എന്നുള്ളതാണ്. പൊസഷൻ ദാറ്റ് ഇസ് യൂസ്ലെസ് ഓർ ട്രബിൾസം. യൂസ്ലെസ് ആണ് അല്ലെങ്കിൽ ട്രബിൾ ഉണ്ടാക്കുന്നതാണ്. എസ്പെഷ്യലി വൺ ദാറ്റ് ഇസ് എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ ഓർ ഡിഫിക്കൽട്ട് ടു ഡിസ്പോസ് ഓഫ്. കളയാനോ അല്ലെങ്കിൽ എക്സ്പെൻസീവ്, എന്തിന്, മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഡിസ്പോസ് ഓഫ്, ഒഴിവാക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അപ്പോൾ കുറേ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ, അതായത് ഭയങ്കര പൈസ കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന പല ബിൽഡിങ്സും ഉണ്ടാവും, നോക്കുകുത്തികളായിട്ടൊക്കെ മാറാറുണ്ട് പല നാട്ടിൽ. നമ്മുടെ നാട്ടിൽ നിന്നല്ല എല്ലായിടത്തും ആവാറുണ്ട്, അത് വേറൊരു കാര്യം അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പല സ്റ്റേഡിയംസ്, പല വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, അതൊക്കെ നമ്മൾ പൂട്ടിയിട്ടിട്ട് കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, ഈ ഇത്രയും കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടാക്കിയിട്ട് എന്തിനാ പിന്നെ ഇവരുണ്ടാക്കിയെന്നൊക്കെ വിചാരിക്കാറുണ്ട്. യെസ്, അതൊരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടിയാൽ മതി. ദ സ്റ്റേഡിയം ഇസ് ലൈക്ലി ടു ബിക്കം എ വൈറ്റ് എലിഫന്റ് ആഫ്റ്റർ ദ ചാമ്പ്യൻഷിപ്സ് ആർ ഓവർ. അപ്പൊ ചാമ്പ്യൻഷിപ്സ് കഴിഞ്ഞാൽ ഇത് വെറുതെ പൂട്ടിയിടുന്ന അവസ്ഥയാവും എന്നാണ് ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റേഡിയം ചാമ്പ്യൻഷിപ്സ് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കില്ല പിന്നീട്. അപ്പൊ നമുക്കറിയാം അങ്ങനത്തെ പല സ്റ്റേഡിയംസും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആക്കി വെച്ചാൽ മതി. അപ്പൊ എന്താ, കോസ്റ്റ്ലി ആയിട്ടുള്ളത്, പക്ഷെ എന്താ, ട്രബിൾസം അല്ലെ, ട്രബിൾസം അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വസ്തു. ഓക്കെ, ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷെ 10 പൈസയുടെ ഉപകാരമില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗ്രീസ് ദ പാം എന്നുള്ളതാണ്.
എടാ ഗ്രീസ് ദ പാം. അതെന്താണ് ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാൽ? എടാ നമ്മൾ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊന്ന് സോപ്പ് ഇട്ടിട്ട് കയ്യിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. എന്ത് കൊടുക്കേണ്ടി വരും? സോപ്പ് ഇട്ടിട്ട് കയ്യിൽ കാശൊക്കെ കൊടുക്കേണ്ടി വരും. എന്താ എന്ന് പറയാം? നമ്മൾ ബ്രൈബ് ചെയ്യുക എന്ന് പറയും. എന്താ പറയാ? ബ്രൈബ് ചെയ്യുക. ബ്രൈബ് ചെയ്യാറ് എന്താ? ആ കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ് ആ പരിപാടി. കൈക്കൂലി കൊടുക്കുന്ന പരിപാടിക്കാണ് ബ്രൈബ് എന്ന് പറയുക. ടു ബ്രൈബ് കേട്ടോ, കൈക്കൂലി എന്നുള്ളതാണ്. കൈക്കൂലി കൊടുക്കുന്നതിനാണ് എന്ത് പറയാ? ബ്രൈബ് ചെയ്യുക പറയാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, സോപ്പ് ഇടുന്നതായിട്ട് ആലോചിച്ചാൽ മതി. എങ്ങനെ കിട്ടും? യെസ്, ഒരു കൈമടക്ക്. അതായത് ഇങ്ങനെയും വേണമെങ്കിൽ ഓർത്ത് വെക്കാം. നമ്മുടെ വണ്ടിയൊക്കെ സ്മൂത്ത് ആയിട്ട് ഓടണമെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്തിട്ട് കൊടുക്കണം? ഗ്രീസ് ഇട്ട് കൊടുക്കണ്ടേ അല്ലേ? എന്നാലല്ലേ അത് മെക്കാനിക്കലി കുറച്ചുകൂടെ നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൈക്കൂലി കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണെന്ന് മറ്റുള്ളൊരു കാര്യം. പക്ഷെ ചിലപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് എന്താ, ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരാറുണ്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഗ്രീസ് ഇട്ട് കൊടുക്കും. ഇവിടെ പാം ഗ്രീസ് ചെയ്ത് കൊടുക്കും എന്ന് ഓർത്ത് വെച്ചാൽ സംഗതി സെറ്റാണ്. പാം, ഒരാളുടെ പാം എന്ന് പറഞ്ഞാൽ കൈയാണ് അല്ലേ? നമുക്കറിയാം ഈ കൈയിൻ്റെ ഭാഗത്തിനാണ് പാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്തിന്? നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈക്കൂലി കൊടുക്കുക. ഈ ഉള്ളം കൈയിലേക്ക് കൈക്കൂലി വെച്ച് കൊടുക്കുന്നതായിട്ട് ആലോചിച്ചാൽ മതി. സെറ്റാണേ? ഇനി ക്യാച്ച് റെഡ് ഹാൻഡഡ്. എടാ എന്തെങ്കിലും കൊലപാതകമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കില്ലേ ആളെ കൈയോടെ പിടിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടാവും? ബ്ലഡ് ഉണ്ടാവില്ലേ? ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവില്ലേ? കറയുണ്ടാവും. അപ്പോൾ കൈയോടെ പിടിക്കുക. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആളെ പിടികൂടുക എന്നുള്ളതാണ് എന്ത്? ക്യാച്ച് സംബഡി റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ടു ക്യാച്ച് സമ്മൺ ഇൻ ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് റോങ് ഓർ ഇല്ലീഗൽ. എളുപ്പമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ അല്ലെ? ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന കൈ എന്നും നമുക്കറിയാം. അതിൻ്റെ അകത്ത് തന്നെ കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. The police caught the thief red-handed as he was stealing from the jewelry store. ജ്വല്ലറി സ്റ്റോറിൽ നിന്ന് അയാൾ മോഷ്ടിക്കുന്ന ഒരു വേളയിൽ അയാളെ പിടിച്ചു. അതാണ് ഐ ഗോട്ട് യു റെഡ് ഹാൻഡഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. എടാ നിന്നെ കൈയോടെ പൊക്കി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് തന്നെയാണ് കേട്ടോ. ശരി, അപ്പൊ അതും സെറ്റാണ്. ക്യാച്ച് റെഡ് ഹാൻഡഡ് മീൻസ് കൈയോടെ പിടിക്കുക. ഓക്കെ. കൂൾ ആസ് എ ക്യുക്കംബർ. കൂൾ ആസ് എ ക്യുക്കംബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഈ കക്കിരിക്ക എന്ന് പറയുന്നത്. ചില നാട്ടിൽ കക്കിരി എന്നായിരിക്കും പറയാം, ചില നാട്ടിൽ വേറെ പല പേരുകളായിരിക്കും. അപ്പൊ ക്യുക്കുംബ എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂളായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഈ സ്റ്റുഡിയോയിലല്ല അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലേ, അല്ലെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യുന്ന അവിടെയൊക്കെ നിങ്ങൾ കാണാറില്ലേ കക്കിരിക്കയൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ക്യുക്കുംബ എന്ന് പറയുന്ന സാധനമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ ക്യുക്കുംബ എന്ന് പറഞ്ഞ കടകൾ പോലും ഇവിടെ ഉണ്ട് അല്ലേ? അതായത് ഫേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മസാജ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ അല്ലേ, ഫേസ് മസാജ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ അവിടെയൊക്കെ ഉണ്ടാവും ഈ ക്യുക്കുംബ എന്ന് പറയുന്ന സാധനം. അവർ ഈ കണ്ണിൻ്റെ മുകളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, ക്യുക്കുംബറിൻ്റെ ഒരു സ്ലൈസ് അല്ലെങ്കിൽ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടാവും. അത് ഭയങ്കര എന്താക്കുന്ന സാധനമാണ് നമ്മളെ? ഭയങ്കര തണുപ്പിക്കുന്ന സാധനമാണ് അല്ലേ? ഭയങ്കര നമ്മളെ കൂൾ ഡൗൺ ആക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ വെച്ചു കൊടുക്കുന്നത് തണുപ്പിക്കാനാണ്. അപ്പൊ അത് ഭയങ്കര തണുപ്പുള്ള സാധനമാണ് അല്ലേ? നമ്മൾ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ലേ അല്ലേ? ഓൾറെഡി അതിനൊരു തണുപ്പുണ്ടാവും. അപ്പൊ നമ്മൾ ഒരാൾ ക്യുക്കംബ പോലെ തന്നെ തണുത്ത കൂളായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യനാണ്, ഒരു ടെൻഷനും ഇല്ലാത്ത ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ നോട്ട് നെർവസ് ഓർ ഇമോഷണൽ. ഇപ്പൊ നമ്മൾ പറയാം മൈ ഫ്രണ്ട് ഇസ് ആസ് കൂൾ ആസ് എ ക്യുക്കുംബ എന്നൊക്കെ പറയാം. ആസ് കൂൾ ആസ് എ ക്യുക്കുംബ. അവൻ അത്രയും കൂളായിട്ടുള്ള മനുഷ്യനാണ്, ഒരു ടെൻഷനോ ആങ്സൈറ്റിയോ അയാളെ ബാധിക്കാത്ത ഒരാൾ കേട്ടോ. ഡ്യൂറിംഗ് ദ എക്സാം ഡെസ്പൈറ്റ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ജെയിംസ് റിമെയിൻഡ് ആസ് കൂൾ ആസ് എ ക്യുക്കുംബർ ആൻഡ് ഫിനിഷ്ഡ് വിത്ത് ടൈം ടു സ്പെയർ. അപ്പം എന്താ, എക്സാംസ് ടഫ് ആണെങ്കിൽ പോലും അയാൾ ആ ഒരു മനസ്സാന്നിധ്യം കൈവിടാതെ ഭയങ്കര എളുപ്പമായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ അതിനെ ഡീൽ ചെയ്തു. ആൻഡ് സമയം തീരുന്നതിൻ്റെ മുമ്പേ എക്സാം എഴുതി കഴിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സെറ്റാണ് കേട്ടോ. എടാ പിശുക്കന്മാരെങ്ങനെയാടാ? പിശുക്കന്മാരിങ്ങനെയായിരിക്കുമോ? ഇല്ല, എങ്ങനെ വെക്കില്ലല്ലോ. എങ്ങനെ പിടിക്കുക? കൈ ഇങ്ങനെയാ പിടിക്കുക അല്ലേ? പിശുക്കന്മാർ ഇങ്ങനെയല്ല പിടിക്കുക. യെസ്, അത് ഓർത്ത് വെച്ച സംഗതി സെറ്റാണ്. കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ എന്താ, ഞാൻ തരൂല എന്ന് പറയുന്നത് ആരാ? യെസ്, പിശുക്കനായിട്ടുള്ള ആൾ തന്നെയാണ്. ക്ലോസ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ദ ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സാധനത്തിന് തന്നെയാണ് ഫിസ്റ്റ് എന്ന് പറയുന്നത്, മുഷ്ടി എന്നൊക്കെ പറയും നമ്മളല്ലേ. യെസ്, അപ്പം എന്താ, ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാശ്, അതായത്
നമ്മൾ കുറച്ചുകൂടെ മൈസർലി ആയിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ കാണിക്കുന്നതാണത് കേട്ടോ. പിശുക്കത്തരത്തിനാണേ. അപ്പോൾ ആ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. ക്ലിയർ ആണ്. മൈസർ സമ്മൺ ഹൂ ഈസ് അൺവില്ലിംഗ് ടു സ്പെൻഡ് മണി. സമ്മൺ ഹൂ ഈസ് അൺവില്ലിംഗ് ടു സ്പെൻഡ് മണി. ഇങ്ങനെ കൊടുക്കുന്ന ആളെ ആരായിരിക്കും? ഓപ്പൺ ഹാൻഡഡ് എന്നൊക്കെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ. ഓപ്പൺ ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനറസ് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള, മ്യൂണിഫിസെന്റ് എന്നൊക്കെ പറയും. മ്യൂണിഫിസെന്റ് അതായത് ഉദാര മനസ്കതയുള്ള ആൾ, ഉദാര മനസ്കൻ കേട്ടോ. ഓപ്പൺ ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെ പിടിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒന്നും കൊടുക്കാത്ത ഒരാൾ കേട്ടോ. ശരി, അപ്പൊ അതും കിട്ടി. ദ CEO ഓഫ് ദ കമ്പനി വാസ് നൊട്ടോറിയസ് ഫോർ ബീയിങ് എ ക്ലോസ് ഫിസ്റ്റഡ് പേഴ്സൺ, നെവർ അപ്രൂവിങ് എനി എക്സ്പെൻസസ് അൺലെസ് ആബ്സൊല്യൂട്ട്ലി നെസസറി. അപ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ, അതായത് ഈ ഒരു എക്സാമ്പിൾ ആണ് കമ്പനിയുടെ, ഈ ഒരു പ്രസ്തുത കമ്പനിയുടെ മുതലാളി എങ്ങനെയാണ്? ഭയങ്കര പിശുക്കനായിട്ടുള്ള ആളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാ? അയാൾ ഹി നെവർ അപ്രൂവ്സ് എനി എക്സ്പെൻസസ് അൺലെസ് ആബ്സൊല്യൂട്ട്ലി നെസസറി. അത്ര അത്യാവശ്യം അല്ലെങ്കിൽ പിന്നെ അയാൾ അതിനെ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നത്. സെറ്റാണ്. ഓക്കെ. എ നീഡിൽ ഇൻ ദ ഹെയ്സ്റ്റാക്ക്. ഹെയ്സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ വൈക്കോൽ കൂന. വൈക്കോൽ അട്ടിയായിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു നീഡിലൊക്കെ പറയും, ഒരു മുട്ട് സൂചിയൊക്കെ പോയാൽ എന്താ അവസ്ഥ? അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമോ? അല്ല. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള, ടൈനി ആയിട്ടുള്ള ഒരു സാധനം വലിയൊരു സാധനത്തിലേക്ക് പോയാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സത്യമല്ലേ? അപ്പൊ അത് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇതാ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതൊരു ഈസി ടാസ്ക് ആണോ? ഒരിക്കലും അല്ല. ഇറ്റ്സ് നെവർ എ പീസ് ഓഫ് കേക്ക് അല്ലേ? സംതിങ് ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ്. അറ്റംപ്റ്റിംഗ് സംതിങ് ഇമ്പോസിബിൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലേ എന്നുള്ളതാണ്. ഫൈൻഡിങ് ദ ബുക്ക് ഐ നീഡ് അറ്റ് ദ ലൈബ്രറി വാസ് ലൈക്ക് ഫൈൻഡിങ് എ നീഡിൽ ഇൻ ദ ഹെയ്സ്റ്റാക്ക്. അതായത് എനിക്ക് വേണ്ട ഒരു ബുക്ക് ആ ലൈബ്രറിയിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്ലേ, ഇറ്റ് വാസ് ലിറ്ററലി ലൈക്ക് ഫൈൻഡിങ് എ നീഡിൽ ഇൻ എ ഹെയ്സ്റ്റാക്ക്. അതായത് അത്രയും ബുക്സിന്റെ ഒരു വലിയൊരു കലവറയാണത് അല്ലേ. എത്രയും 10,000 ബുക്സ് ഉള്ളടുത്ത് നിന്ന് ഒരു ബുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ശരി, അതും കിട്ടിയല്ലോ. ഓക്കെ. ആ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. എടാ, ഗ്രാസിന്റെ ഇടയിൽ സ്നേക്ക്, പച്ച പാമ്പാണെന്ന് വിചാരിക്കും. പച്ച കളറുള്ള പാമ്പാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമോ? ഇല്ല. നമ്മൾ കാണാതെ അറിയാതെ ചവിട്ടി പോകുന്നവരും അങ്ങനെ തന്നെയാണ്. അതായത് പുല്ലിൻ്റെയോ അല്ലെങ്കിൽ ആ കാടിൻ്റെയോ ഒക്കെ കളർ അതിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കളറാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെ കാണില്ല അല്ലേ. ഭയങ്കര അപകടകാരിയുമാണ്. ചവിട്ടിയാൽ കടി കിട്ടുന്നു ഉറപ്പാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് കാണാത്ത, നോക്ക്, എ ട്രെച്ചറസ് ഓർ ഡിസീറ്റ്ഫുൾ പേഴ്സൺ. നമ്മളെ ഫ്രണ്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അയാൾ എങ്ങനെ ഇരിക്കും? അയാളൊരു സ്നേക്ക് ഇൻ ദ ഗ്രാസ്, ചതിയനായിരിക്കും ശരിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ഫ്രണ്ടാണെന്ന്, പക്ഷെ ആരാ ശരിക്കും? എനിമിയാണ്. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സ്നേക്ക് ഇൻ ദ ഗ്രാസ് കൊണ്ട് അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ട്രെച്ചറസ് ഓർ ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായിട്ടുള്ള എന്നുള്ളതാണ് കേട്ടോ. ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ, വഞ്ചകൻ എന്നുള്ളതാണ്. ഐ തോട്ട് ഷീ വാസ് മൈ ഫ്രണ്ട് ബട്ട് ഷീ ടേൺഡ് ഔട്ട് ടു ബി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് സ്പ്രെഡിങ് റൂമേഴ്സ് അബൌട്ട് മീ. എന്നെ കൊണ്ട് റൂമേഴ്സ് പറഞ്ഞു വരുത്താൻ തുടങ്ങി. അപ്പോഴാണ് എന്ത് കാര്യം മനസ്സിലായത്? ഷീസ് ആബ്സല്യൂട്ട്ലി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്നുള്ളതാണ്, പക്ഷെ അവൾ എന്നെ കൊണ്ട് റൂമേഴ്സ് പറഞ്ഞു വരത്താൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണ് എന്നുള്ളത്. സെറ്റാണ്. മുമ്പോട്ട് പോവാണ്. ബി ഓൾ ഇയേഴ്സ്. അപ്പൊ ഐ ആം ലിസ്ണിംഗ് എന്ന് പറയുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എടാ, ഞാൻ കേൾക്കുന്നുണ്ട്, ഐ ആം ലിസ്ണിംഗ് ടു യു എന്ന് പറയുന്നതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കേൾക്കുകയാണ്, ശ്രദ്ധാപൂർവം, പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഞാൻ നിന്നെ കേൾക്കുകയാണെന്നാണ് ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബി ഓൾ ഇയേഴ്സ്. ബി എന്ന് പറഞ്ഞാൽ ബീന്റെ ഏത് ഫോംസും വരാം കേട്ടോ. അതായത് ഏതൊക്കെയാ? ആം, ഇസ്, ആർ, വാസ്, വേർ എന്നൊക്കെ ഉള്ളത് ബീന്റെ ഫോംസാണ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ കൂടെ, ഐ ആണെങ്കിൽ ഐ ആം ഓൾ ഇയേഴ്സ്, ഇനി യു ആണെങ്കിൽ യു ആർ ഓൾ ഇയേഴ്സ്, ദേ ആർ ഓൾ ഇയേഴ്സ്. അത് ഏതാണോ സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് ആയിട്ട് ആരാണോ, ഏത് പ്രോനൗൺ ആണോ അതിൻ്റെ കൂടെ ബീൻ്റെ ഏത് ഫോം ആണോ അത് ഉപയോഗിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഐൻ്റെ കൂടെ ആം, യുവിൻ്റെ കൂടെ ആർ എന്നുള്ളത്, ഹീൻ്റെ കൂടെ ഈസ്, ഹീസ് ഓൾ ഇയേഴ്സ്, അതായത് ഹീസ് ലിസ്ണിംഗ്, അതാണ് അതിൻ്റെ അർത്ഥം. ടു ബി റെഡി ആൻഡ് ഈഗർ ടു ലിസൺ എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൻ ദ ടീച്ചേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സോളാർ സിസ്റ്റം ദ സ്റ്റുഡൻസ് വർ ഓൾ ഇയേഴ്സ്. സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവരും സ്റ്റുഡൻസും ഭയങ്കര കീനായിട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതും കിട്ടി. എവിടെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ആം ഓൾ ഇയേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയമാണെന്ത്? ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്നുള്ളത്. എടാ, ഫ്ലോഗ് ചെയ്യുക പറഞ്ഞാൽ ബീറ്റ് ചെയ്യുക, അടിക്കുക എന്നുള്ളതാണ്. ചത്ത കുട്ടിയുടെ ജാതകം നോക്കരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണെന്ത്? ചത്തുപോയിട്ടുള്ള കുതിരേൻ്റെ മുകളിൽ പ്രഹരിക്കരുത്, അടിക്കരുത് എന്ന് പറയണത്. രണ്ടെന്താ? നമ്മുടെ എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യല
അല്ലേ? ഇമ്പോസിബിൾ ആയിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഡിഫിക്കൽട്ട് എന്നല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ആ സിറ്റുവേഷനെ മാറ്റാൻ പറ്റുമോ? പഴയ പോലെ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഗ്രീവ് ചെയ്തിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. Wasting time and energy on something that cannot be changed or to do the impossible എന്നുള്ളതാണ് എന്ത്, to flog a dead horse എന്നുള്ളത്. To cry over spilt milk തന്നെ ഏകദേശം കേട്ടോ. Continuing to argue with the referee after the game has ended is like flogging a dead horse. അപ്പൊ എന്താ, കളി തോറ്റുപോയി നിങ്ങളുടെ ടീം എന്ന് വിചാരിക്കും, എന്നിട്ട് റെഫറിയുമായിട്ട് വലിയൊരു വാഗ്വാദം അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കുക എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, വേസ്റ്റ് അല്ലേ? നമ്മുടെ എന്താ, ടൈം വേസ്റ്റിംഗ് ആണ് അവിടെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ യെസ്, അത് ചെയ്തിട്ട് കാര്യമില്ലാത്ത, അതായത് ഒരു കാര്യമില്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറയില്ലേ, ഒരു വെറുതെ എനർജി വേസ്റ്റ് ചെയ്യാണെന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണത്, ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്നുള്ള ഐഡിയ. സെറ്റാണേ? മുമ്പോട്ട് പോവാ. ഓക്കെ. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരില്ലേടാ, തണുപ്പനായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ആയിട്ട് എടാ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഒരു പടത്തിന് പോയാലോ ഉദാഹരണത്തിന്. അപ്പോൾ അവൻ പറയുക, എടാ എനിക്ക് പടമൊക്കെ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, 3 മണിക്കൂർ വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം നമ്മൾ പറയാറുണ്ട് എന്ത്, എടാ ഇവൻ്റെ അടുത്ത് പോകണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു തണുപ്പനാണ് അല്ലേ, ആളെ ഭയങ്കര എന്താ നിരുത്സാഹപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവില്ലേ, ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കേണ്ടത്, വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കുക. നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ എന്തൂസിയാസം, എനർജിയൊക്കെ നമുക്ക് എന്താ ഇടയ്ക്ക് ചിലരുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് എന്ത്, അയ്യോ അവനോട് പറയേണ്ടിയിരുന്നു, എൻ്റെ സന്തോഷം കൂടി, എൻ്റെ ഉള്ള സന്തോഷം കൂടി പോയി, സമാധാനവും കൂടി പോയി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ള സന്തോഷത്തിനെ അല്ലെങ്കിൽ എനർജീനെ കളയുന്ന, സ്പോയിൽ ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ, അയാളാണ് വെറ്റ് ബ്ലാങ്കറ്റ്. അതെങ്ങനെ റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, എടാ വെറ്റ് ബ്ലാങ്കറ്റ് നിങ്ങളുടെ, അതായത് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ബ്ലാങ്കറ്റ് ഉപയോഗിക്കില്ലേ അല്ലേ? നനഞ്ഞ ചാക്കൊക്കെ, നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടർ ഇല്ലേ, ഗ്യാസ് സിലിണ്ടർ, അതിനൊക്കെ തീ പിടിച്ചാൽ നമ്മളോട് വെറ്റായിട്ടുള്ള ചാക്ക് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഇടാനൊക്കെ പറയാറുണ്ട് അല്ലേ? പലപ്പോഴും അതിന് പോകാനുള്ള ധൈര്യം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ അടുത്തേക്ക്, പക്ഷെ അങ്ങനെ ഇട്ടാൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ആവും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ റിലേറ്റ് ചെയ്താൽ മതി. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാളിക്കത്തുന്ന, ഭയങ്കര എനർജിയിൽ കത്തുന്ന ഒരു സാധനത്തിന് എന്താ ചെയ്യുന്നത്, അവിടെ ഒറ്റയടിക്ക് തണുപ്പിച്ച് കളയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ എനർജീനെ, ഹൈ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള പെസമിസ്റ്റിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്താ അവിടെ, യെസ് ഹി ക്യാൻ ബി കോൾഡ് എ വെറ്റ് ബ്ലാങ്കറ്റ്. കാര്യം കത്തിയല്ലോ. അപ്പോൾ വെറ്റ് ബ്ലാങ്കറ്റും കെട്ടി, എ പേഴ്സൺ ഹു സ്പോയിൽസ് അതേഴ്സ് അല്ലെങ്കിൽ അതർ പീപ്പിൾസ് ഫൺ ബൈ ഫെയിലിംഗ് ടു ജോയിൻ ഇൻ വിത്ത് ഓർ ബൈ ഡിസപ്രൂവിങ് ഓഫ് ദെയർ ആക്ടിവിറ്റി. അവരെ ഒന്നുകിൽ അവർ ജോയിൻ ചെയ്യില്ല, എന്തെങ്കിലും ഒഴിവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ജോയിൻ ചെയ്യില്ല നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീനെ അവർ കുറ്റപ്പെടുത്തും എന്നുള്ള അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കാം, യെസ് നമുക്ക് വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം. ഡേവിഡ് ഈസ് ടയർഡ് ഓഫ് ബീങ് കോൾഡ് എ വെറ്റ് ബ്ലാങ്കറ്റ് ബൈ ഹിസ് ഫ്രണ്ട്സ് ജസ്റ്റ് ബിക്കോസ് ഹി ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ. മദ്യപിക്കില്ല, പക്ഷെ മദ്യപാനികളായിട്ടുള്ള കൂട്ടുകാരെന്ത് പറയും, അവനെങ്ങനെയാ ഇവനിങ്ങനെയാ അവനിങ്ങനെയാ, നമ്മുടെ ഒരു സന്തോഷം കൂടി കളയുകയാണ് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് ഫ്രണ്ട്സ് പലപ്പോഴും, അവൻ മദ്യപിക്കാത്തതുകൊണ്ട്. ബാക്കി എല്ലാവരും മദ്യപിക്കുക അവൻ്റെ ഫ്രണ്ട്സിൽ അല്ലേ. യെസ്, അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് കൊടുത്തേ ഉള്ളൂ. സെറ്റാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാംസിന് 100% ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കുന്നതുമായിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരേക്കും തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. താങ്ക് യു.